ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി അധികം നാളില്ല. നവംബർ 6-നാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി വെറും 6 ദിവസങ്ങൾ, ഇന്നും കൂടി കൂട്ടിയാൽ 6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളാണ് ബീഹാറിൽ വിധി എഴുതുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് പാർട്ടികളും മുന്നണികളും മുന്നോട്ട് പോവുകയാണ്. പരസ്യ പ്രചരണം ഒരു ദിവസം മുൻപേ അവസാനിക്കും. അതായത് 4-ാം തീയതി കൊണ്ട് പരസ്യ പ്രചരണം അവസാനിക്കും. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ 4ഉം 2ഉം 6 ദിവസങ്ങൾ മാത്രമാണ് പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുക. 5-ാം തീയതി നിശബ്ദ പ്രചരണമാണ് നടക്കുന്നത്. ഈ 6 ദിവസം കൊണ്ട് പരമാവധി ജനങ്ങളിലേക്ക് എത്തുക, അല്ലെങ്കിൽ പരമാവധി കാര്യങ്ങൾ തങ്ങൾക്ക് പറയാനുള്ള പരമാവധി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രചണ്ഡ പ്രചരണമാണ് പാർട്ടികൾ നടത്തുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യം, അതിലെ പാർട്ടികളായ RJD, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ശക്തമായ വീറും വാശിയും നിറഞ്ഞ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ താര പ്രചാരകനായ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ബീഹാറിൽ തന്റെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ തേജസ്വി യാദവുമൊത്ത് രാഹുൽ ഗാന്ധി 2 റാലികളിൽ പങ്കെടുത്തു. ആ റാലികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ ഒരു പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും താൻ നേരത്തെ ഉന്നയിച്ച വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഈ റാലിയിലും ഉയർത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ കരുതിയിരിക്കണം, കാരണം 65 ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഒരു സർക്കാരും ഗവൺമെന്റുമാണിത്. അവർ വോട്ട് മോഷണത്തിലൂടെ മഹാരാഷ്ട്രയിലെ, ഹരിയാനയിലെ, ഇന്ത്യയിൽ തന്നെ ഭരണത്തിലേറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം, നിങ്ങൾ വലിയ ജാഗ്രതയോട് കൂടി ഇരിക്കണം. ഞങ്ങളെ പിന്തുണയ്ക്കുകയാണെങ്കിൽ, ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ബീഹാറിന്റെ ശബ്ദം കേൾക്കുന്ന, ബീഹാറിന്റെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, അതായത് ഒരു ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. മറിച്ച് NDA സംബന്ധിച്ചാണെങ്കിൽ, BJP സംബന്ധിച്ചാണെങ്കിൽ ബീഹാറിലെ ജനങ്ങളെ ഒന്നാകെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചപ്പാട് അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പിന്തുണയ്ക്കും. ഞങ്ങൾ ബീഹാറിനെ ഒന്നായി കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ബീഹാറിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അത് എല്ലാ വിഭാഗങ്ങൾക്കും അതിൽ ഒരു പ്രാധാന്യമുണ്ടാകും. എല്ലാ ജാതി, മത, രാഷ്ട്രീയക്കാർക്കും അതിൽ പരിഗണന ഉണ്ടാകും. അതുകൊണ്ട് തങ്ങളെ പിന്തുണയ്ക്കൂ എന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായമാണ് രാഹുൽ ഗാന്ധി വോട്ടർമാർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഈ അടുത്ത് ഛാത് പൂജയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും അദ്ദേഹം അവിടെ യമുനയിൽ സ്നാനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതൊക്കെ തന്നെ വോട്ട് തട്ടാനുള്ള ചില നമ്പറുകളാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ നരേന്ദ്രമോദി ഡാൻസും ചെയ്യും എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. ഈ ഛാത് പൂജയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ യമുന നദിയിൽ സ്നാനം നടത്തുക എന്നത്. നമുക്കറിയാം, യമുന നദി ഇപ്പോൾ വളരെ മലിനമായി ഒഴുകുന്ന ഒരു നദിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സ്നാനം നടത്താനായിട്ട് യമുനാ നദിക്ക് സമീപം മറ്റൊരു ബണ്ട് പോലെ കെട്ടി അവിടെ ശുദ്ധജലം നിറച്ചുകൊണ്ട് ഒരു സംവിധാനം അവിടെ ദില്ലി സർക്കാർ സൃഷ്ടിച്ചിരുന്നു. അതിലാണ് പ്രധാനമന്ത്രി എത്തി അവിടെ നിന്നും വെള്ളം കോരി അദ്ദേഹം ആ സ്നാനകർമ്മം നിർവഹിക്കുന്നത്. അത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് നരേന്ദ്രമോദിക്കുള്ളത്. ഈ ഛാത് പൂജയിൽ നരേന്ദ്രമോദിക്ക് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം യമുനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ബീഹാറിലെ സാമൂഹ്യ നീതി വേണ്ടി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന ഗുരുതരമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു, കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ ഭരിക്കുകയാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടി BJPക്കോ JDUവിനോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ബീഹാറിലെ സാധാരണക്കാരെ, അല്ലെങ്കിൽ ഗോത്രവിഭാഗങ്ങളെ, പിന്നോക്കക്കാരെ ഒക്കെ തന്നെ തഴഞ്ഞുകൊണ്ട് അവരുടെ ശബ്ദം കേൾക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു NDAക്കുള്ളത്. ഈ നിതീഷ് കുമാറിന്റെ അദ്ദേഹത്തിനുള്ള ആ ജനപ്രീതി മുൻനിർത്തിക്കൊണ്ട് അതിനെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച, അദ്ദേഹത്തിന്റെ ഫേസ് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്
ഈ BJP ചെയ്തത്. നിതീഷിനെ മുൻനിർത്തിക്കൊണ്ട് റിമോട്ട് കൺട്രോൾ ഭരണമാണ് നരേന്ദ്രമോദിയും BJPയും നടത്തിയത്. നിതീഷിനെ മുന്നിൽ നിർത്തുക, എന്നിട്ട് തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിതീഷിലൂടെ നടപ്പിലാക്കിയെടുക്കുക. നിതീഷിന് അവിടെ യാതൊരു ശബ്ദവും ഉണ്ടായിരുന്നില്ല എന്ന വലിയൊരു വിമർശനം രാഹുൽ ഗാന്ധി ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്നുകൊണ്ടുള്ള വളരെ ശക്തമായ പ്രചരണ പരിപാടികൾ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തേജസ്വി യാദവ് ഇന്നലത്തെ റാലികളിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിലുള്ള സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ വികസന രാഷ്ട്രീയം ചർച്ചയിലേക്ക് വരണമെന്നാണ് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പ്രകടന പത്രികയിൽ പോലും ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന ഒരു വാഗ്ദാനമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ, ഒപ്പം തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ ചർച്ചയിലേക്ക് വരണം എന്ന് തേജസ്വി യാദവ് മുന്നോട്ട് വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് തേജസ്വി യാദവ് റാലികളിലൊക്കെ തന്നെ ഉയർത്തുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ താരപ്രചാരക പട്ടികയിലുള്ള ഏതാണ്ട് 40ഓളം ആളുകൾ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാല്, മുതിർന്ന നേതാക്കളായ അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബാഗൽ, ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സംസ്ഥാനത്ത് ഏതാണ്ട് 15ഓളം റാലികളിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലാണ് പ്രചരണ പരിപാടികൾ ഇരുവരുടെയും ക്രമീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ പ്രചരണം തുടങ്ങിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി നിലവിൽ തന്റെ മണ്ഡലമായ വയനാട്ടിലാണുള്ളത്. അടുത്ത ആഴ്ചയോടുകൂടി പ്രിയങ്ക ഗാന്ധി ബീഹാറിലെത്തും. ബീഹാറിലെത്തിക്കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന്റെ UPA സഖ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണ പരിപാടികളിലേക്ക് മുന്നോട്ട് പോകുന്ന രീതിയിൽ പ്രചരണ പരിപാടികളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം ഒരു പരമാവധി 3-4 റാലികളിൽ മാത്രമേ പങ്കെടുക്കൂ. അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിടയ്ക്കാണ് അദ്ദേഹം ഈ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ഒരു 3-4 റാലികളിൽ മാത്രം പങ്കെടുത്ത് മറ്റ് പത്രസമ്മേളനങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ആ രീതിയിലാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രചരണ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ബീഹാർ ഇപ്പോൾ തിളച്ചു മറിയുകയാണ്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ജാതി രാഷ്ട്രീയത്തിന്റെ വിളനിലം എന്ന് പറയാവുന്ന, അതിന്റെ വിള ഭൂമിയായിട്ട് മാറിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. എല്ലാ കാലത്തും ജാതി രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിന്റെ ഒരു പരീക്ഷണശാലയായിട്ട് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ബീഹാറിനെയാണ്. ബീഹാറിൽ വലിയ രീതിയിലുള്ള വലിയ ശക്തമായ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. ഇത്തവണ ഇന്ത്യ സഖ്യം ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന ഒരു ആത്മവിശ്വാസം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നുണ്ട്. ആവശ്യമാണ്. ഇന്ത്യ സഖ്യത്തെ ജയിപ്പിക്കേണ്ടത് ബീഹാറിലെ ജനതയുടെ ആവശ്യമാണ്. അതായത് ബീഹാറിന്റെ ശബ്ദം കേൾക്കാൻ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സർക്കാർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വരത നിലനിർത്താൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ബഹുസ്വരതയ്ക്കൊപ്പം നിലകൊള്ളുന്ന ഒരു സർക്കാർ വേണമെന്നുണ്ടെങ്കിൽ തങ്ങളെ ജയിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് ഈ രാഹുൽ ഗാന്ധി ഈ പറയുന്ന റാലികളിലൊക്കെ തന്നെ വോട്ടർമാർക്ക് മുന്നിലേക്ക് വെക്കുന്നതൊപ്പം തന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ സാധാരണക്കാരോട് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സംവദിക്കാൻ, ആശയവിനിമയം നടത്താനും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലത്തെ റാലികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അഭൂതപൂർവമായ ഒരു ജനക്കൂട്ടമാണ് ഇന്ത്യ സഖ്യത്തെ കേൾക്കാനും രാഹുൽ ഗാന്ധിയെ കാണാനും കേൾക്കാനും ഒക്കെയായി എത്തിയതൊപ്പം തന്നെ നിലവിലെ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവും ഒന്നിച്ചുള്ള റാലികളാണ്. 2 നേതാക്കളും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന, നമുക്ക് നേരത്തെ ഈ വോട്ടറധികാർ യാത്രയിൽ ആ ഒരു ആവേശം കണ്ടതാണ്. അതിന്റെ 10 മടങ്ങ് വീര്യത്തോടു കൂടിയുള്ള, വർദ്ധിത ആവേശത്തോടു കൂടിയുള്ള പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആവേശമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്.